ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഈ സൗന്ദര്യ സങ്കല്പം എന്നതൊക്കെ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സൗന്ദര്യ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുറമേ കാണുന്ന ഒരു സൗന്ദര്യമാണെന്നല്ലേ. പുറത്തൊരാളെ നല്ല ഭംഗിയുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്ത് ഭംഗിയാണ് ആളെ കാണാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ കണ്ണാടി പോയി കണ്ട് നമ്മളെ നോക്കുമല്ലേ. നമ്മൾ നോക്കിയിട്ട് നമ്മൾ തന്നെ പറയും, നമ്മൾ തന്നെ കുറ്റപ്പെടുത്തും. എൻ്റെ മുഖം കാണാൻ ഒരു ഭംഗിയില്ല, എൻ്റെ മുഖത്ത് നിറച്ച് കുരുക്കളാണ്, കറുത്ത പാടുകളാണ്, കണ്ണൊരു ഭംഗിയില്ല കാണാൻ, അവളുടെ മൂക്കാണ് നല്ല രസമുണ്ടായിരുന്നു, അവൾക്ക് നല്ല കളറുണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ട് നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടൊരു സ്വസ്ഥത ഉണ്ടാവില്ലല്ലേ, ഒരു സുഖമുള്ളൊരു അന്തരീക്ഷമായിരിക്കില്ല അല്ലേ. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ സൗന്ദര്യ സങ്കല്പത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. അതായത് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പുറമെ കാണുന്നതല്ല, അകമേ കാണുന്നതാണ്. നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നല്ല കോൺഫിഡൻസ് ഉള്ളൊരു മനസ്സ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ളൊരു മനസ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് ദയ കാണിക്കാനും കരുണ കാണിക്കാനും കഴിയുന്നൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ അവർ നല്ല ഇതിൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുക. നമ്മൾ ആരെന്ത് പറഞ്ഞാലും അവരോട് സ്നേഹം തന്നെ കാണിക്കുക, അവരോട് ക്ഷമിക്കുക, അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൗന്ദര്യമുള്ള മനസ്സുള്ള ആളെ പുറമേയുള്ള ഭംഗിക്ക് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതില്ല. അതായത് നമ്മൾ കാണുന്ന അകത്ത് കാണുന്ന ഒരു ഭംഗിയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മളതിനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവാനായിട്ട്. പിന്നെ പുറത്ത് പോയി സിനിമാ നടിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ അവരുടെ സൗന്ദര്യമൊക്കെ ഒരു ഇത് മേക്കപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയിൽ കാണുന്ന ഒരു ഭംഗിയല്ലേ. അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല, കമ്പാരിസൺ ഒട്ടും പാടില്ല. നമ്മളെ തന്നെ ലവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിലുള്ള ഒരു പ്രത്യേകത, നമ്മളുടെ ഒരു മുഖത്തിൻ്റെ ഭംഗി എന്താണ്, നമ്മളിലുള്ള ഒരു ഭംഗി എന്നുള്ളത് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമുക്കത് അറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോടോ അല്ലെങ്കിൽ പങ്കാളിയോടോ ചോദിക്കുക, എന്നിലുള്ള ഭംഗി എന്തൊട്ടാണ്, എന്നിലുള്ള ഒരു പ്രത്യേകത എന്തൊട്ടാണെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി കണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനോട് പറയുക, നമ്മൾ നല്ല ഭംഗിയുള്ളവളാണ്, നല്ല കോൺഫിഡൻസ് ഉള്ളവളാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല സ്മാർട്ടാണെന്ന് എപ്പോഴും നമ്മൾ മനസ്സിനെ പറഞ്ഞു കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പുറമേയുള്ള ഭംഗിയൊന്നും നമുക്കൊന്നും അല്ലാത്ത തോന്നും. നമ്മളുടെ അകമേ നിന്നുള്ള ഭംഗി പുറത്തേക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നും. നല്ലൊരു മനസ്സിനുടമയാകുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. കാരണം ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരാൾ, അയാൾക്ക് ദുഷ്ട മനസ്സാണ്, മറ്റുള്ളവരോട് നല്ലൊരു സ്നേഹമോ ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ആ ഭംഗി ഉണ്ടായിട്ടൊരു കാര്യമില്ലല്ലോ. അയാൾ കാണുമ്പോഴത്തെ ഭംഗി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അയാളായിട്ട് കൂടി നമ്മൾ പെരുമാറൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആളോട് മുഷിപ്പ് തോന്നില്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് മാറുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഒരു അങ്ങനെ അതിന് വേണ്ടി കണ്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശീലമാക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.